അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സഹോദരിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവരതിൽ പറയുന്നത് ജോലിക്ക് പോകാതെ തനിക്ക് വീട്ടിലിരിക്കുന്നതാണ് സന്തോഷം, മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്നതാണ് തനിക്ക് സന്തോഷവും സ്വർഗവും എന്നാണ്. ആ കമൻറ്റിന് അനുകൂലമായും പ്രതികൂലമായും ധാരാളം അഭിപ്രായങ്ങൾ ആ പോസ്റ്റിന് അനുകൂലമായും പ്രതികൂലമായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്ത്രീ ജോലിക്ക് പോകണോ വേണ്ടേ എന്നതിനെക്കുറിച്ച് പറയാനല്ല, മറിച്ച് ജോലിക്ക് പോകുമ്പോൾ, ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മറുവശത്ത് അനുഭവിക്കുന്ന ചിലരുടെ പ്രയാസങ്ങളെ സൂചിപ്പിക്കാനാണ്. സാധാരണ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ മക്കളൊക്കെ ഉണ്ടായി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലോ ഒക്കെ ആകുമ്പോഴാണ് അവർ ജോലിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഈ കൊച്ചു കുട്ടികളെ അവരെ പരിപാലിക്കാനും അവരെ വളർത്താനും അവരെ നോക്കാനും ആരെയാ ഏൽപ്പിക്കുക? പലപ്പോഴും കാണുന്ന ആരെയാ? ഒന്നൊരു ഭർത്താവിൻ്റെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് മാതാവിനെ, അതല്ലെങ്കിൽ തൻ്റെ അമ്മയെ അല്ലെങ്കിൽ തൻ്റെ ഉമ്മയെ ആയിരിക്കും ഏൽപ്പിക്കുക. ഇവരാരായാലും പ്രായം ചെന്നവരാണ്. 55-60 വയസ്സൊക്കെ അവർക്കായിട്ടുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് സ്വന്തം മക്കളെയൊക്കെ നോക്കി അവരെ വളർത്തി അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വയസ്സാകുമ്പോൾ വയസ്സിൻ്റെതായ പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അല്പം റെസ്റ്റൊക്കെ ആഗ്രഹിക്കുന്ന സമയത്താണ് ഈ കൊച്ചു കുട്ടികളെ, അവരെ സംബന്ധിച്ചിടത്തോളം അറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുസൃതികളായിരിക്കും. അവരങ്ങോട്ടോടും ഇങ്ങോട്ടോടും കാണാത്ത എല്ലായിടത്തേക്കും പോകും. അപ്പോൾ അവരുടെ പുറകെ ഓടിയും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തും അവരെ നിർബന്ധിച്ച് ഭക്ഷിപ്പിച്ചും അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് പ്രയാസങ്ങൾ ഈ മാതാക്കൾ സഹിക്കുന്നുണ്ട്, ഈ പ്രായം ചെന്നവർ സഹിക്കുന്നുണ്ട്. അവരത് സഹിക്കുമ്പോൾ ഒരു വേള ചിലപ്പോൾ മക്കളോടത് പറയാതെ അവരത് അനുഭവിക്കുമ്പോൾ നമ്മളതൊരു അവസരമായി കാണരുത് എന്നാണ് എനിക്ക് ഇത്തരം ജോലിക്ക് പോകുന്നവരോട് പറയാനുള്ളത്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് മക്കളുണ്ടെങ്കിൽ ഒരു 10 വർഷക്കാലം ആ മക്കളൊന്ന് സ്വന്തമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായമെത്തുന്നത് വരെയെങ്കിലും നമ്മൾ ജോലി അത് ലീവ് എഴുതി കൊടുക്കുക. ഗവൺമെൻറ് ജോലിയൊക്കെ ആണെങ്കിൽ ലീവ് എഴുതി കൊടുക്കാൻ പറ്റും. അങ്ങനെ ലീവ് എഴുതി കൊടുത്താലോ നമുക്ക് പ്രൊമോഷൻ നഷ്ടപ്പെടും, ചിലപ്പോൾ സാലറിയിൽ ചില കുറവുകൾ ഉണ്ടാകുമെന്നല്ലാതെ അതൊക്കെ നമുക്കിടെ വളർച്ചയ്ക്കും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി മറ്റുള്ളവരെ നമ്മൾ പ്രയാസപ്പെടുത്താതിരിക്കലാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആ കുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിലൂടെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും. ആ പ്രായം ചെന്നവരെ കഷ്ടപ്പെടുത്താതിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ചെറുപ്രായത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്പർശനങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ്. കുട്ടികളായിട്ട് ഏറ്റവും അടുക്കേണ്ട സമയമാണ്. അവർ ലാളിക്കുകയും അവരെ കൊഞ്ചിക്കുകയും അവർക്ക് മുലപ്പാൽ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് അതൊന്നും കൊടുക്കാൻ സാധിക്കാതെ അവരെ ഇതൊക്കെ നഷ്ടപ്പെടുന്ന, രാവിലെ ജോലിക്ക് പോയി ചിലപ്പോൾ രാത്രിയാകുമ്പോഴൊക്കെ ആയിരിക്കും തിരിച്ചു വരിക, യാത്രയൊക്കെ ചെയ്ത് സഹോദരിമാർ തിരിച്ചു വരിക. ഇങ്ങനെ ആ ജോലിക്ക് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രയാസങ്ങളൊക്കെ സഹിച്ചു വരുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ ആ സമയത്ത് വന്നാൽ പോലും കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ മക്കൾക്ക് ചെറുപ്രായത്തിൽ ഒരു അമ്മയിൽ നിന്ന്, ഒരു മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ജോലിക്ക് പോകണോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരുമാനത്തിലേക്ക് ചിന്തിക്കണോ എന്നാലോചിക്കുക. ജോലിക്ക് പോകണമെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന രൂപത്തിലാകുന്നത് വരെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വന്തമായി ചെയ്യുന്നത് വരെയെങ്കിലും നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്കതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് പറയാം. യഥാർത്ഥത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഈ പ്രായം ചെന്ന കാരണവന്മാരെ, പ്രായം ചെന്ന മാതാക്കളെയൊക്കെ പിതാക്കളെയൊക്കെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അവരെ കഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം. എന്തായാലും അവരെ പരിഗണിക്കുന്ന നല്ല മക്കളായി നമുക്ക് മാറാൻ സാധിക്കട്ടെ.